കാണുന്നില്ല. ഇപ്പൊ കാണാമോ? ഓക്കെ ആയിട്ടില്ലടോ. റൂമില് മാറ്റിയിട്ടുള്ളൂ. റൂമിലേക്ക് ആയിട്ടുള്ളൂ. എല്ലാവരും വിഷയമാണോ? സ്റ്റക്ക് ആണോ PDF? നോക്കട്ടെ ട്ടാ, നോക്കട്ടെ. ഹോസ്പിറ്റലാണ് പറഞ്ഞിട്ടുണ്ടായില്ല നിങ്ങളോട്? നെച്ചിന് പെട്ടെന്നൊരു ഹോസ്പിറ്റലൊക്കെ വന്നതാ. ഇപ്പൊ ഓക്കെ ആയി വന്ന രാത്രിയാവുമ്പോ ആള് ഓർമ്മയില്ല, രാവിലെ ആകുമ്പോ ഓർമ്മ വരും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ഓർട്ടയിലല്ലേ, ഹതമതിയില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട്. അങ്ങനെ ഹെർണിയുണ്ട്. അങ്ങനെ എല്ലാരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. നമുക്കൊരു സദ്യക്ക് വിളമ്പുന്ന പോലെ പല പല സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്യൂല. ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോന്ന് തകരാറാണെന്ന് അറിയുന്നത്. ഇന്നലെ നമ്മള് 7th ചാപ്റ്റർ റിവൈസ് ചെയ്തു അല്ലേ? മോർണിംഗ് PDF പോയി നോക്കട്ടെ. നേരത്തെ MMS എടുത്തപ്പോ PDF ഉണ്ടായിരുന്നോ? കാണാൻ പറ്റുണ്ടായിരുന്നോ? ഇടയ്ക്ക് പോണുണ്ട്, നോക്കട്ടെ. ഇപ്പൊ കാണുന്നത് ടീച്ചർ നേരത്തെ എടുത്തതാണോ കാണിക്കുന്നത്? MMS എടുത്ത PDF ആണോ നിങ്ങളിപ്പോ കാണുന്നത്? ഒന്നും കാണുന്നില്ല. നന്നായി, ഒന്നുമില്ല. വെയിറ്റ് ചെയ്യണേ, എടുക്കട്ടെ. ശരി, ഇപ്പൊ നോക്കിയാ ഇപ്പൊ കാണാനുള്ള PDF കാണില്ലേ? വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, വെറുതെ സമയം പോകും. ഓക്കെ, 7th ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ ഏതാണ്? നമ്മൾ എടുത്തത് ആക്സിഡന്റ് എമർജൻസി കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റൽ വാർഡാണ് എടുത്തത് അല്ലേ? ഓക്കെ, ഈ 7th ചാപ്റ്റർ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ പിള്ളേരെ? 7th ചാപ്റ്ററിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാൻ റെഡി അല്ലേ നിങ്ങള്? യെസ്.
ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ചാപ്റ്റർ 10 ഉണ്ട് കേട്ടോ, കൊണ്ടുവരുവാണെങ്കിൽ ചാപ്റ്റർ 10 റിവിഷൻ ആണേ. What is the definition of hospital ward? എന്താണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്? What is the definition of? നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തെടുത്ത ബുക്ക് ഉണ്ടോ കയ്യില്? യെസ്, അത് തുറന്നു പിടിച്ചോട്ടോ. ഓക്കെ, അത് നോക്കി ഉത്തരം പറയരുത്, പറഞ്ഞോ, കുഴപ്പമില്ല, പഠിക്കല്ലേ. ഓക്കെ, എന്താണ് വാർഡിന്റെ ഡെഫിനിഷൻ? ഡെഫിനിഷൻ ഓഫ് എ ഹോസ്പിറ്റൽ വാർഡ്. A room in a hospital where beds are arranged for many people. അല്ലെ, ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് വാർഡിന് എന്ത് പറയാം? ഒരു ഏരിയയിൽ പ്രത്യേകിച്ച് ഒരു റൂമിൽ കുറച്ച് ബെഡ്സുകൾ അറേഞ്ച് ചെയ്ത് അത്യാവശ്യം ആൾക്കാർക്ക് അഡ്മിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ റൂം ഇൻ എ ഹോസ്പിറ്റൽ വേർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ. ഓക്കെ, ഫസ്റ്റ് തന്നെ കിടക്കുന്ന സെന്റൻസ് ആണത്. ഓക്കെ, ഇനി പർപ്പസ് ഓഫ് ഹോസ്പിറ്റൽ വാർഡ്. എന്തൊക്കെ പർപ്പസ് ആണ് അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽ വാർഡ് പർപ്പസ് എന്തൊക്കെയാണ്? ഒന്ന്, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഹെൽത്ത് പ്രൊമോഷന് വേണ്ടിയിട്ട്, ടീച്ചിങ്ങിന്, റിസർച്ചിന്, പിന്നെ ടീച്ചർ നഴ്സിംഗ് കെയർ, പ്രത്യേകിച്ച് പേഷ്യൻസിന് ഏറ്റവും നല്ല രീതിയിലുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന്, എല്ലാ രീതിയിലുള്ള എസെൻഷ്യൽ സപ്ലൈസും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ പേഷ്യൻസിന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. What is one of the purpose of any hospital ward? What is one of the purpose of hospital ward? Option A, promoting health. Option B, selling medical supplies. Option C, providing entertainment. Option B, managing the hospital finance. Okay, option A ആണ് അല്ലെ, പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. Okay, what is a constant ward space? What's a constant ward space? Option, kitchen, patient space, parking spot, cafeteria. ഏതാണ്? patient space ആണ്. patient space. Okay, very good. അപ്പൊ ഈ കോൺസ്റ്റന്റ് വാർഡ് സ്പേസസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. പേഷ്യന്റ് സ്പേസ് ഉണ്ട്, നഴ്സിംഗ് സ്പേസ് ഉണ്ട്, കോറിഡോർസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് വാർഡ്സ് ആണ്. ടൈപ്സ് ഓഫ് വാർഡ്സ്, ജനറൽ വാർഡ്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് ജനറൽ വാർഡ് അറിയാമോ? ജനറൽ വാർഡ്, ജനറൽ വാർഡിന്റെ സ്പെഷ്യലൈസ്ഡ് വാർഡിന്റെ പ്രത്യേകത എന്താണ്? രണ്ടും ഞാൻ ഓപ്ഷൻസ് വായിക്കാം, ശ്രദ്ധിക്കും. ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ. എ ടൈപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് വാർഡ്, എ ടൈപ്പ് ഓഫ് വാർഡ് ഫോർ സ്പെസിഫിക് ഡിസീസസ്, എ ടൈപ്പ് ഓഫ് വാർഡ് ഫോർ ജനറൽ പേഷ്യൻസ്, എ ടൈപ്പ് ഓഫ് വാർഡ് ഫോർ ചിൽഡ്രൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. എന്താണ് ജനറൽ വാർഡ് എന്ന് പറയുന്നത്? എ ടൈപ്പ് ഓഫ് വാർഡ് ഫോർ ജനറൽ പേഷ്യൻസ് അല്ലെ, ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ജനറൽ വാർഡ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ. മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്നു ഈ ചോദ്യം? ഇല്ല. ഓക്കെ, വന്നാലും ചില ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ചിലത് ഏതെങ്കിലും ഭാഗത്ത്, ചിലപ്പോ ഇതിന് ടെക്സ്റ്റിനുള്ളിൽ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് തരാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളായിരിക്കും. ഇപ്പൊ ജനറൽ വാർഡ് ഇതുപോലെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലേ? ഇപ്പൊ കോമൺ സെൻസ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ. കോമൺ സെൻസ് എന്തായിരിക്കും? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഞാൻ ചിലപ്പോ പുറത്തുനിന്നൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളതിൽ ഏബിൾ ആണെന്നുള്ള വിശ്വാസം കൊണ്ട് ഇടുന്നതാണ്. നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും എന്ന് വിചാരിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ എന്ത് ഇടാറുണ്ട് കേട്ടോ. ഇനി സ്പെഷ്യലൈസ്ഡ് വാർഡ് ഏതൊക്കെയാണ്? സ്പെഷ്യലൈസ്ഡ് വാർഡ് അതൊരു തരം സൈക്കോളജിക്കൽ മൂവ് ആണ് പിള്ളേരെ. നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെ പറ്റി അറിയാം, ഇങ്ങനെ കാണാതെ പഠിച്ച് ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നതിൽ നമുക്ക് ഒന്നുമില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും ആൻസർ എഴുതാൻ പറ്റണം. അങ്ങനെയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും ആൻസർ എഴുതാൻ പറ്റണം. യെസ്, ഓക്കെ.
സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഏതൊക്കെയാണ്? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി, ഒപ്താൽമോളജി. വേറെ എന്താണ് ഇതല്ലാതെ വേറെ ഏതൊക്കെയാണ്? ഡെർമറ്റോളജി, ഡയാലിസിസോ, നെഫ്രോളജി, ഡയാലിസിസ്, ഓക്കെ. കാർഡിയോളജി. ദെൻ CTVS എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. CTVS എന്താണ്? കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലാർ സർജറി. CTVS കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലാർ സർജറി. ഇത് എന്തായാലും എല്ലാവരും പഠിക്കണം കേട്ടോ. CTVS എക്സ്പാൻഷൻ. Which of the following is an example of specialized ward? Which of the following is an example of specialized ward? Neurology, general ward, public relation, administrative office. ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ? ഓപ്ഷൻ എ ന്യൂറോളജി. Yes. Which of the following is not a main component of a ward? Which of the following is not a main component of a ward? Option നോക്കാം ട്ടോ. Clinical area, ancillary area, administrative area, sanitary area. Main component ഏതാണ് ഇതില്? Which is not a. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നോട്ട് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യന്റെ ആക്രാന്തം കൊണ്ട് നോട്ട് എന്ന് പറഞ്ഞ സാധനം അവിടെ കാണാതെ പോകരുത് കേട്ടോ. യെസ്, ഈ പെടാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ? നിങ്ങൾ അങ്ങനെ പിള്ളേർ തെറ്റിക്കാറുണ്ട്. ഇത് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ അത് കണ്ടിട്ടാണോ തെറ്റിച്ചേക്കണം. ഈ നോട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും എല്ലാവരും തെറ്റിച്ചേക്കും. ഓക്കെ, യെസ്. CTVS ഫുൾ ഫോം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാർഡിയോ തൊറാക്കിക് ആൻഡ് CVTS അല്ല, CTVS കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലാർ സർജറി. ഓക്കെ, ഇതിൽ പെടാത്ത ഏതാണെന്നൊക്കെ പറഞ്ഞേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മെയിൻ കമ്പോണന്റ് ഓഫ് എ വാർഡ്? ക്ലിനിക്കൽ, ആൻസിലറി ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, സാനിറ്ററി ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അല്ലെ? ഓക്കെ, യെസ്. And what is a clinical area of a component of? ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെടുന്ന കമ്പോണൻസിൽ ഏതൊക്കെയാണത്? അപ്പൊ അതിന് നമുക്ക് ക്ലിനിക്കൽ ഏരിയ എന്നൊക്കെ പറയണം അല്ലെ? ഇത് പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? മെയിൻ കമ്പോണൻസ് ഓഫ് എ വാർഡ് എന്ന് പറയുന്നത് 4 കമ്പോണൻസ് ആണ് ഒരു വാർഡിനുള്ളത്. ശ്രദ്ധിച്ചേ. ക്ലിനിക്കൽ ഏരിയ ഉണ്ട്, ഓക്സിലറി ഏരിയ ഉണ്ട്, ആൻസിലറി ആൻഡ് സാനിറ്ററി ഏരിയ. ഇതിലെല്ലാം ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് പഠിക്കേണ്ടത്. ഏതൊക്കെ വിഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത്? ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെടുന്ന ഒരു കമ്പോണന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. The pantry, the ward, the parking lot, the corridor. ക്ലിനിക്കൽ ഏരിയയിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഉണ്ടാകും നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ കറക്റ്റ് ആണോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. What is a clinical area component of? What is a clinical area a component of? The pantry, the ward, the parking lot, the corridor. ഏതായിരിക്കും ഉൾപ്പെടുന്നത് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ? വാർഡ് അല്ലേ? വാർഡാണ്. വാർഡ് അത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ പേഷ്യന്റ് എന്നത് വരുമ്പോ അതിൽ വാർഡ് ഉൾപ്പെടും കേട്ടോ. ഓക്കെ, യെസ്. വേറെ ചോദ്യം ചോദിക്കാം. അത് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. എ പാൻട്രി ഈസ് എ കമ്പോണന്റ് ഓഫ് വിച്ച് ഏരിയ? എ പാൻട്രി ഈസ് എ കമ്പോണന്റ് ഓഫ് വിച്ച് ഏരിയ? ഏത് ഏരിയയുടെ ഏത് കമ്പോണന്റിന്റെ ഭാഗമാണ് പാൻട്രി? നോക്ക്, അതിൽ നോക്ക്. വെരി ഗുഡ്. ആൻസിലറി ഏരിയ. ആൻസിലറി ഏരിയ. ഓക്കെ, യെസ്. Then okay, then auxiliary ഏരിയയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂം എക്സെട്ര. സാനിറ്ററി ഏരിയയിലാണ് ടോയ്ലറ്റ്സും ഡർട്ടി യൂട്ടിലിറ്റീസും ഉൾപ്പെടുന്നത് കേട്ടോ. ഈ ഭാഗം നോക്കിക്കോളണേ. യെസ്. ഇനി ഗുഡ് വാർഡ് മാനേജ്മെന്റിന്റെ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അത്യാവശ്യം കുറെ പഠിക്കാനുണ്ട് പോയിന്റ്സ്. ഞാൻ ടിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ പോയിന്റ്സ് പഠിക്കണമെന്ന് പറഞ്ഞു തന്നിരുന്നില്ലേ? ഇനിയിപ്പോ ചോദിക്കുന്നത് കേട്ടോ, ഞാൻ എന്റെ ടെക്സ്റ്റിലല്ല പറയുന്നത്. എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് വായിക്കുന്നത് കേട്ടോ. ടിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഓൾറെഡി. യെസ്. വാട്ട് ഈസ് എ ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ എ ഗുഡ് വാർഡ് മാനേജ്മെന്റ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. വാട്ട് ഈസ് എ factor involved in a good ward management? Options ശ്രദ്ധിക്കാം. Ignoring policies and protocols,
following protocols and policies, working without a plan, beginning the day late. ഓപ്ഷൻ ബി ആണ് അല്ലെ. ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റിന്റെ മെയിൻ ഫാക്ടർ എന്താണ്? അടുത്ത പോളിസീസും പ്രോട്ടോകോൾസും നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. യെസ്. ഇനി നമ്മൾ എന്തിനാണ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിന് ഓറിയന്റേഷൻ കൊടുക്കുന്നത് പിള്ളേരെ? വാർഡിലെ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിന് നമ്മൾ ഓറിയന്റേഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ പർപ്പസ് എന്താണ്? What is the purpose of orientation of new staff members? What is the purpose of orientation of new staff members? PDF കാണാലോ. PDF ഓപ്പൺ അല്ലേ? കാണാലോ എല്ലാവർക്കും? യെസ്, കാണാം. പർപ്പസ് എന്താന്ന് പറയൂ? ഓപ്ഷൻസ്: ടു കൺഫ്യൂസ് ദം, ടു ഷോ ദം ആൻഡ് ഹോസ്പിറ്റൽസ് കിച്ചൺ, ടു ഇൻട്രൊഡ്യൂസ് ദം ടു വാർഡ് റുട്ടീൻ ആൻഡ് പോളിസീസ്, ടു ഇൻട്രൊഡ്യൂസ് ദം ടു ദ പേഷ്യൻസ്. ഓപ്ഷൻ സി ആണ് അല്ലെ. നമ്മൾ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിന് ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. അതായത് ടു ഇൻട്രൊഡ്യൂസ് ദം ടു വാർഡ് റുട്ടീൻ ആൻഡ് പോളിസി. വാർഡിലെ റുട്ടീനും പോളിസീസും റെഗുലേഷൻസ് ഒക്കെ എന്താണ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്താണ് പ്രധാനമായിട്ട് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിന് നമ്മൾ ഓറിയന്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് വാർഡ് ക്ലർക്ക്? വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് പഠിക്കണം കേട്ടോ. വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടീസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കാം. പെർഫോമിംഗ് സർജറി, അഡ്മിനിസ്ട്രിങ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, പ്രിസ്ക്രൈബിംഗ് മെഡിക്കേഷൻ, ക്ലീനിങ് ദ റൂംസ്. ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി എന്താണ്? അഡ്മിനിസ്ട്രിങ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലെ. അതിനകത്തുള്ള പ്രധാനമായിട്ട് വാർഡിനകത്തുള്ള ഒരു ആശയവിനിമയ ശൃംഖല അഡ്മിനിസ്റ്റർ ചെയ്തത് ആരാണ്? വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഇനി പേഷ്യൻസിന്റെ ചാർട്ടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് വരുന്ന ഡ്യൂട്ടി എന്താണ്? പേഷ്യൻസിന്റെ ചാർട്ടുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. What is the duty of the ward clerk related to patient charts? What is the duty of the ward clerk related to patient charts? Options ശ്രദ്ധിക്കാം. To compile and record medical charts, to throw away medical charts, to hide medical charts, to sell medical charts. Option A അല്ലേ. To compile and record medical charts. പേഷ്യൻസിന്റെ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനുള്ളത് കമ്പയർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? വാർഡ് ക്ലർക്കിനുള്ളത്. Yes. What is the ward clerk responsible for? Regarding the maintenance of the patient care unit? Maintenance of the patient care unit. Option A, ignoring it, ensuring appropriate maintenance, making it dirty, making it messy. Option B ആണ് അല്ലെ. ensuring appropriate maintenance. patient care unitന്റെ ആ ഒരു മെയിൻ്റനൻസ് എപ്പോഴും നിലനിർത്തുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. What is the duty of a patient care executive in the ward? What is the duty of a patient care executive in the ward? patient care executive ആരാണെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷൻ ആണല്ലേ. Professional who is specialized in helping people who are recovering from diseases or disability. He or she monitors the performance of patients' care services, comparing to government agency standards and makes adjustment if necessary. ആ ഭാഗം ഒന്ന് പഠിക്കണം കേട്ടോ. ഈ ഭാഗം ഒന്ന് നോക്കിക്കൊള്ളേ. ഇനി വാർഡുമായി റിലേറ്റ് ചെയ്ത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. To manage staff salaries. സ്റ്റാഫിന്റെ ഒക്കെ സാലറി മാനേജ് ചെയ്യുന്നു. To ensure
proper discipline of staff, wards and floors, to prepare the food, to clean the floors. എന്താണ് ഓപ്ഷൻ ബി ആണ് അല്ലെ, to ensure proper discipline of staff in wards or floors. വാർഡിനകത്തും അല്ലെങ്കിൽ ഫ്ലോറിനകത്തും എന്താണ് ആ ഒരു എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, യെസ്. ഇനി ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കാം കേട്ടോ. മേക്കിംഗ് ഷുവർ ന്യൂ അഡ്മിഷൻസ് ആർ റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം, ഡിലീറ്റിംഗ് പേഷ്യന്റ് ഇൻഫർമേഷൻ, ഇഗ്നോറിംഗ് ന്യൂ അഡ്മിഷൻസ്, നൺ ഓഫ് ദി എബവ്. എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. അഡ്മിഷൻസ് എല്ലാം തന്നെ സിസ്റ്റത്തിലേക്ക് നമ്മൾ റിസീവ് ചെയ്യുന്ന ഡ്യൂട്ടി ആരുടേതാണ്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റേതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇവര് ഫീഡ്ബാക്സുകളൊക്കെ ആർക്കാണ് കൊടുക്കുന്നത്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഫീഡ്ബാക്സുകൾ കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ഓപ്ഷൻസ് പറയാം. പേഷ്യന്റ്, ദ ചെയർമാൻ ഓർ HOD, ദ വാർഡ് ക്ലർക്ക്, ദ നഴ്സ്. ആർക്കാണ്? നിങ്ങൾ ഇതൊക്കെ ഇത് നോക്കി പറയുന്നതാണോ പിള്ളേരെ, അല്ലെങ്കിൽ അറിഞ്ഞു പറയുന്നതാണോ? HOD മോക്ക് ടെസ്റ്റ് നോക്കിയിട്ട് പറയുന്നതാണല്ലോ. ഓക്കെ, നോക്കാതെ പരീക്ഷ എങ്ങനെയാണെന്ന് അറിയാലോ. ക്യാമറ ഓൺ ചെയ്തിട്ടാണ് പരീക്ഷ. അപ്പൊ പഠിക്കാണ്ട് കയറാൻ നിൽക്കരുത്. മോക്ക് ടെസ്റ്റ് വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. റിവിഷൻ കഴിഞ്ഞിരുന്നു. ഓക്കെ, നല്ല കാര്യം. പിന്നെ ഒന്നും റിവിഷൻ തരണ്ടല്ലോ, ചാപ്റ്റർ കഴിഞ്ഞാലല്ലേ. നമുക്ക് നോക്കാം. പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റീസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. What is a patient relation officer responsible for regarding patient appointments? What is a patient relation officer responsible for regarding patient appointments? ഇതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. Cancelling them, arranging for transportation to and from appointments, ignoring them, telling them to find their own ride. എന്താണ് ആൻസർ വരുന്നത്? പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ബി ആണ് അല്ലെ. അതായത് arranging for transportation to and from appointments. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. What is a patient relation officer responsible for doing with patient complaints? Patient complaints. What is a patient relation officer responsible for? Sava camera on antado. Okay, what is a patient relation officer responsible for doing patient complaints? Option okay, ignoring them, investigating and conveying them to appropriate head department, telling the patient to leave, make fun of the patient. എന്തെങ്കിലും കംപ്ലൈൻസ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് കൺവൈങ് them to the appropriate head department അല്ലെ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ എന്താണ്? ഹയർ അതോറിറ്റിയെ നമ്മളത് അറിയിക്കുക. ഓക്കെ, the patient relation officer assist in setting what? The patient relation officer assist in setting what? എന്തൊക്കെ സെറ്റ് ചെയ്യാനാണ് പുള്ളി അസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ patient relation officer അസിസ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കാം. ഹോസ്പിറ്റൽ പോളിസീസ്, patient menus, staff schedules and conflicts. ഇതായിരിക്കും ഓപ്ഷൻ ഡി അല്ലേ? എ ആണോ? അവിടെ ഒരു കൺഫ്യൂഷൻ വരും അല്ലെ. അദ്ദേഹം ഹോസ്പിറ്റൽ പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ദ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അസിസ്റ്റ് ഇൻ സെറ്റിംഗ് വാട്ട്? എന്ത് സെറ്റ് ചെയ്യുന്നതിലാണ്
അദ്ദേഹം അസിസ്റ്റ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പേഷ്യൻസോ ഫാമിലീസോ സ്റ്റാഫുകളോ നമ്മൾ എന്തെങ്കിലും കോൺഫ്ലിക്ട്സുകളോ തർക്കങ്ങളോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനൊക്കെ അസിസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആരാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസറിനാണ് കേട്ടോ. കോൺഫ്ലിക്ട്സ് ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന അദ്ദേഹമാണ്, അതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗം നല്ലോണം നോക്കിക്കോളെ, എളുപ്പമാണത്. എവിടെന്ന് വെച്ചാൽ എഴുതാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞോ മോക്ക് ടെസ്റ്റിലെ? കഴിഞ്ഞോ? ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയോ അതിലെ? ഇനി ഏതെങ്കിലും വായിക്കാനുണ്ടോ? ഇല്ല. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കമ്പോണന്റ് ഇൻ ദ ഓക്സിലറി ഏരിയ? വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കമ്പോണന്റ് ഇൻ ദ ഓക്സിലറി ഏരിയ? ഓക്സിലറി ഏരിയയുടെ ഒരു കമ്പോണന്റ് ഏതാണെന്ന് പറയണം കേട്ടോ. എക്സാമ്പിൾ: ടോയ്ലറ്റ്സ്, പാൻട്രി, നഴ്സസ് റൂം, ട്രോളി ബേ. ടോയ്ലറ്റ്സ്, പാൻട്രി, നഴ്സസ് റൂം, ട്രോളി ബേ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, നഴ്സസ് റൂം ആണ് കേട്ടോ. ഓക്സിലറി ഏരിയയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നഴ്സസ് റൂം ആണ്. ടോയ്ലറ്റ്സ് ഏത് ഏരിയയിലാണ് ഉൾപ്പെടുന്നത്? ടോയ്ലറ്റ്സ് ഏത് ഏരിയയിലാണ്? ടോയ്ലറ്റ്സ് സാനിറ്ററി ഏരിയയിലാണ്. പാൻട്രി ഏതിലാണ് ഉൾപ്പെടുന്നത്? പാൻട്രി ആൻസിലറി ഏരിയയിലാണ്. ട്രോളി ബേ ഏതിലാണ് ഉൾപ്പെടുന്നത്? ട്രോളി ബേ അതും ആൻസിലറി ഏരിയയിലാണ്. അപ്പൊ എങ്ങനെ ചോദിച്ചാൽ ഇത് എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ act as an intermediary between whom? A patient relation officer act as an intermediary between whom? ആരൊക്കെ തമ്മിലാണ് patient relation officer ഇന്റർമീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്? ആരൊക്കെ തമ്മിലാണെന്നാണ് പഠിച്ചത്? ഓപ്ഷൻ ശ്രദ്ധിച്ചേ. The patient and the doctor, the patient, families and staff, the doctor and staff, the doctor and hospital administrator. The patient and family and staff ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ദ പേഷ്യന്റ്, ഫാമിലീസ് ആൻഡ് സ്റ്റാഫുമായിട്ടാണ് അദ്ദേഹം ഇന്റർമീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രം പറയാം. ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തൊരു 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉണ്ട്. അതിൽ എടുക്കുന്ന പോർഷൻസ് ഭാഗങ്ങളനുസരിച്ച് മാത്രം നിങ്ങൾക്ക് തരാറ് കേട്ടോ. തരാത്ത ചോദ്യങ്ങളുണ്ട്, അതും കൂടി പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. ഗൈഡ് എന്താണ്? ഗൈഡിന്ന് ചോദിക്കുമോ? ഇല്ല, ഗൈഡിന്ന് നമ്മൾ ചോദിക്കില്ലല്ലോ. ഗൈഡ് മെയിൻ എക്സാമിന് മാത്രമാണ്. ഇത് മോക്ക് ടെസ്റ്റ് മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിലുണ്ടാവുന്നത്. ഓക്കെ, what is the responsibility of patient relation officer regarding patients' rights and responsibility? Patients in the rights and responsibility മായി ബന്ധപ്പെട്ട patient relation officer ഡ്യൂട്ടി എന്താണ്? അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ശ്രദ്ധിക്കാം. To ignore them, to monitor and analyze them, to make them up and to make them more complicated. എന്താണ് പേഷ്യൻസിന്റെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട എന്താ ഡ്യൂട്ടി? To monitor and analyze them അല്ലെ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. To monitor and analyze them. ഓക്കെ, നിങ്ങളെല്ലാവരും പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. റിവൈസ് ചെയ്തവരായിരിക്കും പറയുന്നത്, ബാക്കി ചെയ്യാത്തവര് പഠിക്കണം കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ് ഏകദേശം നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ പഠിക്കണം. ക്വസ്റ്റ്യൻസ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക.
അടുത്ത ചാപ്റ്റർ ഏതാ? 7, 8, 9, 12 OT ആണ് അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് പറയാമോ? ആൻസർ. ഓപ്പറേഷൻ തിയേറ്റർ. Options: a place for routine medical checkup, a place for routine medical checkup, a place for certain intrusive surgical procedure take place, a department for patient registration, a room for patient recovery. Option B ആണല്ലേ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നതാണ്. ഇൻട്രൂസീവ് ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടത്തുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. What is the another name of operation theatre? What is the another name of operation theatre? OR. Yes, operating room. OR stand for operating room. Yes. Twelfth chapter ആണ് റിവൈസ് ചെയ്യുന്നത്. ചാപ്റ്റർ 12 ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഇതിനകത്ത് എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ നിലനിർത്തേണ്ടത്? OR എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം? വെരി ഗുഡ്, ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. അണുവിമുക്തമായിട്ടൊരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ അതിനകത്ത് നിലനിർത്തേണ്ടത്. ഓക്കെ, യെസ്. What must all personnel and operating room wear to prevent the spread of germs? ഇതിനകത്ത് എല്ലാ ജീവനക്കാരും ഏതുതരം സ്ക്രബ്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാൻ, ജെംസ് സ്പ്രെഡ് ആവാതിരിക്കാൻ എന്തായിരിക്കണം വെയർ ചെയ്യേണ്ടത്? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ, അല്ലെങ്കിൽ സ്ക്രബ്സുകൾ വെയർ ചെയ്യുക. സ്ക്രബ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ഉൾപ്പെടും? മാസ്ക്, ഷൂ കവേഴ്സ്, ക്യാപ്സ്, ഐ ഷീൽഡ്സ് അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക. ഓക്കെ, why is the temperature in operating room kept very cold? എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ടെമ്പറേച്ചർ നമ്മൾ വെരി കൂൾ ആക്കി ടെമ്പറേച്ചർ നിലനിർത്തുന്നത്? To make staff comfortable, to save energy, to prevent infection through bacterial filtration system, to prevent the patient from sweating. എന്തുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൂൾ ആയിട്ട് നിലനിർത്തുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ, ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ ഫിൽട്രേഷൻ സിസ്റ്റംസ് നമ്മൾ കൊടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് എപ്പോഴും ഒരു കൂൾ ടെമ്പറേച്ചർ എപ്പോഴും നിലനിർത്തുന്നത്. ഓക്കെ, എപ്പോഴും എയർ കണ്ടീഷനിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. Which of the following is not a type of OR equipment? Which of the following is not a type of OR equipments? Respiratory and cardiac support, emergency resuscitative devices, patient monitors, ecography machine. Which of the following is not? ശ്രദ്ധിക്കണം കേട്ടോ, നോട്ട് എന്ന് ഇപ്പോഴും പറയുമ്പോൾ തെറ്റിക്കണ്ടത് നിങ്ങള്. ടി ആണല്ലേ ഇതില് എക്യുപ്മെന്റ്സ് അല്ലാത്തത് അല്ലെ, ഈ OR എക്യുപ്മെന്റ്സ് അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഫി മെഷീൻ എക്യുപ്മെന്റ് ആണോ? അല്ല, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എ ഒരാൾ പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതൊക്കെ എക്യുപ്മെന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്സ് ഉണ്ട്, എമർജൻസി റീസർച്ച് ഡിവൈസസ് ഉണ്ട്, പേഷ്യന്റ് മോണിറ്റേഴ്സ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉണ്ട്. ഇത്രയുമാണ് OR എക്യുപ്മെന്റ്സ്, സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആരൊക്കെയാണെന്നുള്ളത് അല്ലെ? ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി സർജൻ ഉണ്ടായിരിക്കും, അനസ്തേഷ്യ കൊടുക്കുന്നതിന് വേണ്ടി അനസ്തേഷ്യസ്റ്റ് ഉണ്ടായിരിക്കും, തിയേറ്റേഴ്സ് നഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഓപ്പറേഷന്റെ 4 സ്റ്റേജസിലും പേഷ്യൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി തിയേറ്റർ നഴ്സ് ഉണ്ടായിരിക്കും, സപ്പോർട്ടിംഗ് വർക്കേഴ്സ് ഉണ്ടായിരിക്കും, ECG മെഷീൻസ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി കാർഡിയോഗ്രാഫേഴ്സും, എക്സ്റേ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റേഡിയോഗ്രാഫേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഭാഗം അറിയാലോ? യെസ്. Who is responsible for giving anesthesia to restrain pain during an operation? Who is responsible for giving anesthesia to restrain pain during an operation? Surgeon, anesthetist, theatre nurse, radiographers. Real anesthetist ആണല്ലേ? What is the role of a theatre nurse? What is the role of a theatre nurse?
തിയേറ്റർ നഴ്സിന്റെ റോൾ എന്താ? To take care of patients throughout all four stages of the operation. അല്ലേ? ഓപ്ഷൻ അല്ല, ഞാൻ ആൻസർ ആണ് വായിച്ചേട്ടോ. ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ് ആണ് ഓപ്പറേഷന്റെ 4 ഘട്ടങ്ങളിൽ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് തിയേറ്റർ നഴ്സസ് കൈകാര്യം ചെയ്തത്. യെസ്. ഇനി OTയുടെ പോളിസീസ് നോക്കാം. OT പോളിസീസില് what is a key policy to enter an OT? What is a key policy to enter an OT? Wear casual clothes, having long nails, remove all jewelry, and wear your own shoes. Now, the main key policy എന്ന് പറയുന്നത് ഓപ്ഷൻ സി അല്ലേ? റിമൂവ് ഓൾ ജ്വല്ലറി. എല്ലാ ജ്വല്ലറീസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടായിരിക്കണം അതിനകത്തേക്ക് എൻറ്റർ ചെയ്യേണ്ടത്. Then, what does sepsis denote? What does sepsis denote? Sepsis എന്താണ്? The presence of diseases causing microorganism, the absence of disease causing microorganism, a type of surgery, a type of medication. എന്താണ് സെപ്സിസ് എന്ന് പറയുന്നത്? രോഗാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അവസ്ഥയാണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? The absence of diseases causing microorganism. ഓപ്ഷൻ ബി. ഓക്കെ. ഇനി ഓപ്പറേഷൻ ടേബിളിന്റെ പ്രത്യേകത എന്നാണ് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് എ കീ ഫീച്ചർ ഓഫ് ഓപ്പറേറ്റിംഗ് ടേബിൾ? വാട്ട് ഈസ് എ കീ ഫീച്ചർ ഓഫ് ഓപ്പറേറ്റിംഗ് ടേബിൾ? It can only move up and down. It can only tilt. It should be able to rise, lower, and tilt in any direction. It is stationary. Operation table എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? It should be able to rise, lower, and tilt in any direction. നമുക്ക് ഏത് പൊസിഷൻസിലേക്കും പൊസിഷനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കേട്ടോ. Then what is a diathermy machine? What is a diathermy machine? എന്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ diathermy machine ഉപയോഗിക്കുന്നത്? അതുവരെ to monitor vital signs, to control bleeding, to breathe for the patient, to take X-ray. Okay, diathermy machine നമ്മുടെ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കൺട്രോൾ ബ്ലീഡിംഗ്. ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളൂ കേട്ടോ. പറഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇന്നത് തന്നെ ചോദിക്കുന്നൊന്നുമല്ല, എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇനി നമ്മൾക്ക് കുഴപ്പിക്കാൻ പോകുന്ന മറ്റൊരു ഭാഗമാണ് ഈ സോണുകൾ അല്ലെ. ഓപ്പറേറ്റിംഗ് സോൺസുകള് അല്ലെങ്കിൽ OT സ്യൂട്ടുകള്. 4 സോൺസ് ഉണ്ടെന്ന് അറിയാലോ. 4 സോൺസിലും എന്തെല്ലാം ഉൾപ്പെടുന്നുള്ളത് ഈ ഭാഗം നന്നായിട്ട് പഠിച്ചാൽ കേട്ടോ. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഇനി ഇത് തന്നെ നമ്മള് തിരിച്ചു ചോദിക്കാം. വാട്ട് ആർ ദ 4 സോൺസ് ഇൻ OT സ്യൂട്ട് എന്ന് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ശ്രദ്ധിക്കാം കേട്ടോ. green zone, yellow zone, red zone, blue zone, protective zone, clean, sterile, disposal, safe, unsafe, sterile, clean, reception, pre-OP, OR, recovery. അങ്ങനെ ഒരു ചോദ്യം കൊണ്ട് അറിയാൻ പറ്റുമല്ലോ ഇതിൽ ഏതാണ് സോൺസ് എന്ന്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പ്രൊട്ടക്റ്റീവ്, ക്ലീൻ, സ്റ്റെറൈൽ ആൻഡ് ഡിസ്പോസൽ. In which zone would you find the operating room? In which zone would you find the operating room? Protective, clean, sterile, disposal. Operating room ഏതിലാണ് ഉൾപ്പെടുന്ന പിള്ളേരെ? sterile aseptic zone ആണ് അല്ലെ. sterile aseptic zone ആണ്. Recovery room is located in which zone? Recovery room is located in which zone? Clean zone അല്ലെ. clean zone ആണ്. Then what is a modular OT? What is a modular OT? ഇതില് ബാക്കിയുള്ള എല്ലാം പഠിച്ചാൽ മതി കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്ന ബാക്കിയെല്ലാം പഠിക്കണം. TSSUന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. TSSU, തിയേറ്റർ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, എക്സ്റേ എടുക്കുന്ന ഡിവൈസ് ഏതാണ്? എക്സ്റേ എടുക്കുന്ന ഡിവൈസ് ഏതാണ്? എക്സ്റേ എടുക്കുന്ന ഡിവൈസ്
വടി ഉണ്ടായിരുന്നെങ്കിൽ തല്ലായിരുന്നു അല്ലെ? എക്സ്റേ എടുക്കുന്ന ഡിവൈസ് ആണ് ക്ലീൻ. അടിപൊളി, സൂപ്പർ. എക്സ്റേ എടുക്കുന്ന ഡിവൈസിന്റെ പേരെന്താന്നാ നമ്മൾ പഠിച്ചത്? കണ്ണ് തുറന്ന് നോക്ക്. ക്ലീൻ സോണിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ. ക്ലീൻ സോണിൽ കണ്ണു തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നോ നോക്കിയേ. കണ്ണു തുറക്കണ്ട. എക്സ്റേ എടുക്കുന്ന ഡിവൈസ് ഏതാണ്? ഓട്ടോ പ്രൊസസർ അല്ലെ? ഓട്ടോ പ്രൊസസർ. ഓക്കെ, അപ്പൊ ഈ ഭാഗം പഠിച്ചോട്ടോ. ഇതൊന്നും ഓർമ്മയില്ല നിങ്ങക്ക്. യെസ്, ഇനി അടുത്ത ടൈപ്സ് ഓഫ് ഓപ്സി ആണ്. ഡെഫിഷ്യൻസി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഡെഫിഷ്യൻസി അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല, ഈ ഭാഗത്ത് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ടൈപ്സ് ഓഫ് ഓട്ടി നോക്കാം. പ്രത്യേകിച്ച് മോഡുലാർ ഓട്ടി പഠിക്കണം കേട്ടോ. മോഡുലാർ ഓട്ടി പഠിക്കണം, അതിന്റെ ഫീച്ചേഴ്സും പഠിച്ചേക്കണേ കേട്ടോ. What is a modular OT? A prefabricated steel structure with a jointless sterile coating. അല്ലേ? യെസ്, ഓപ്ഷൻ എ തന്നെയാണ്. അതിന്റെ ഫീച്ചേഴ്സ് നോക്കണം. റാപ്പിഡ് കൺസ്ട്രക്ഷൻ മുതൽ പ്രിവെൻഷൻ, കണ്ടാമിനേഷൻ, ബിൽഡപ്പ് ഉണ്ട്, ലോങ് ഡ്യൂറബിലിറ്റി ഉണ്ട്, സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്, ഏസ് ഓഫ് മെയിൻ്റനൻസ് ഉണ്ട്, ഇൻസ്റ്റാളേഷൻ ആൻഡ് സപ്പോർട്ട് എക്യുപ്മെന്റ്, പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ഇൻസ്റ്റാളേഷൻ. അതായത് നമുക്ക് ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ അതിന്റെ മൊത്തം അഴിച്ചു പണിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് എക്യുപ്മെന്റ്സ് ആണെങ്കിലും അതിലേക്ക് അസിസ്റ്റ് ചെയ്യാവുന്നതാണ്, സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഈസി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇനി ഇന്റർഗ്രേറ്റഡ് ഓട്ടിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കണം കേട്ടോ. അവിടെ ഓഡിയോ, സർജിക്കൽ ലൈറ്റ്സ്, റൂം ലൈറ്റ്സ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് ഇന്റർഗ്രേറ്റഡ് ഓട്ടിയിൽ വരുന്നത്. ഫങ്ഷണൽ ലിങ്കിന്റെ ഓട്ടി ഇൻവോൾവ്മെന്റ് ആണിത്. ഹൈബ്രിഡ് ഓട്ടിയുടെ പ്രത്യേകത എന്താണ്? മെഡിക്കൽ ഇമാജിൻ ഡിവൈസസ് ആണ് നമ്മൾ ഹൈബ്രിഡ് ഓട്ടിയിൽ ഉപയോഗിക്കുന്നത് അല്ലെ? മെഡിക്കൽ ഇമാജിൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? CAMs, CT സ്കാനേഴ്സ്, MRIs അല്ലെ? അതേപോലെ തന്നെ സ്ലൈറ്റ്ലി ഇൻവാസീവ് ആയിട്ടുള്ള സർജറീസ് നമ്മളിവിടെ നടത്തപ്പെടുന്നുണ്ട്. ഓക്കെ, ഹൈബ്രിഡ് ഓട്ടിയില് ഇമാജിൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഉള്ളത് കേട്ടോ. സർജിക്കൽ തിയേറ്റർ ആണ്. ഓക്കെ, അത് പഠിക്കുന്നുണ്ട്. അപ്പൊ 3 ടൈപ്സ് ഓട്ടി ഉണ്ട്. പേരുകൾ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് മോഡുലാർ ഓട്ടിയാണ് കേട്ടോ. പ്രിവെന്റീവ് മെഷേഴ്സ് എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് എ പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓട്ടി? What we say? Preventive measures against hazards in OT. Wearing sandals, handling sharp objects with care, ignoring gas leakages, using normal gloves. ഏതാണ് പ്രിവെന്റീവ് മെഷർ ആയിട്ട് നമ്മൾ തിയേറ്ററിൽ ഉപയോഗിക്കുന്നത്? ഹാൻഡ്ലിംഗ് ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് കെയർ അല്ലെ? ഷാർപ്പ് ഒബ്ജക്ട്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് കെയർ കൊടുത്തിട്ടായിരിക്കണം അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ പ്രിവെൻഷൻ മെഷേഴ്സ്, അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പോയിന്റ്സും കൂടെ ഒന്ന് നോക്കാം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. പിന്നെ എമർജൻസി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? എമർജൻസി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ്. കാർഡിയാക് ട്രോളി അല്ലെ? ഡിഫിബ്രിലേറ്റർ അടങ്ങുന്ന കാർഡിയാക് ട്രോളി ഇപ്പോഴും അവൈലബിൾ ആയിരിക്കണം. എല്ലാ സ്റ്റാഫുകൾക്കും അവരുടെ ഡ്യൂട്ടീസും അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. സ്പെസിഫിക് ഡ്യൂട്ടീസ് അവർക്ക് വരുന്നത് പ്രത്യേകിച്ച് എമർജൻസി മെഡിസിനും എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട അതിന്റെ ഇൻസ്പിറേഷൻ ഒക്കെ നോക്കാനായിട്ടുള്ള ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എമർജൻസി എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടികളാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതിനൊന്നും ചോദിക്കാറില്ല. പിന്നെ ചോദിക്കുന്നത് റിക്കവറി റൂംസിലെ പോളിസീസ്, പ്രൊട്ടക്ഷൻ, സ്റ്റാഫിന്റെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രത്യേകിച്ച് തിയേറ്ററിനകത്ത് റിക്കവറി സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ? അതിൽ പേഷ്യന്റ് ഒബ്സർവേഷൻ, ഒരു സർജറി കഴിഞ്ഞാൽ ഒബ്സർവേഷൻ ഏകദേശം എത്ര ടൈമിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യേണ്ടത്? പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 50 minutes ആഫ്റ്റർ ദ സർജറി. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്? ഇൻക്ലൂഡിങ് വൈറ്റൽ സൈൻസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ബ്ലീഡിങ്. ഒരു പേഷ്യന്റിന് സർജറിക്ക് ശേഷം 50 minutes കൂടുമ്പോൾ നമ്മൾ ആളുടെ വൈറ്റൽ സയൻസുകൾ നോക്കണം. വൈറ്റൽ സയൻസ് എന്തൊക്കെയാണ് പിള്ളേരെ?
vital signs. Vital signs BP, oxygen saturation, heartbeats, pulse, temperature. Okay. Yes. But biometric values കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അതാണ് വൈറ്റൽ സൈൻസ്. പിന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്, പേഷ്യൻസ് കോൺഷ്യസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ബ്ലീഡിംഗ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ. യെസ്. ആ ഭാഗം ആ പോയിന്റ് പഠിക്കണം. ഇനി ഓപ്പറേറ്റീവ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. What is a key role of an operating room executive secretary? What is a key role of an operating room executive secretary? Performing surgery, managing and training new clerical staff, giving medical advice, prescribing medication. Operating room executive secretary പ്രധാന key role എന്താണ്? Managing and training new clerical staff. അല്ലെ? Managing and training new clerical staff. Yes. Who takes X-ray if they are required in OT? Who takes X-rays if they are required in OT? OT യിൽ ആവശ്യം വരുന്ന സമയത്ത് X-rays കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സർജൻ, അനസ്തേഷ്യസ്റ്റ്, റേഡിയോഗ്രാഫേഴ്സ്, തിയേറ്റർ നഴ്സ്. ആരാണ്? യെസ്, റേഡിയോഗ്രാഫേഴ്സ് ആണ് അല്ലെ? ഓക്കെ. What is the role of a theater support works? What is the role of a theater support work? Theater support workers' duty to perform surgery, to give anesthesia, to shift the patients between ward and operation theater, and none of the above. Option C ആണല്ലേ? ഓപ്പറേഷൻ സ്റ്റാഫ് വർക്കേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്? പേഷ്യൻസിനെ നമ്മൾ സർജറിക്ക് ശേഷം എന്താണ് വാർഡ്സിലേക്കും ഓപ്പറേറ്റിംഗ് തിയേറ്ററിലേക്കും കൊണ്ടുപോകുന്ന ഡ്യൂട്ടീസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. What is a key element of ശ്രദ്ധിക്കുക? What is a key element of brilliant illumination in the operating room? എന്തിനാണ് നമ്മൾ ബ്രൈറ്റനിങ് ഇലുമിനേഷൻസ് തിയേറ്റേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഫ്ലാഷ് ലൈറ്റ്സ്, operating rooms lamps without shadows, sunlights and candles. ഓപ്ഷൻ ബി ആണ് അല്ലെ? ഷാഡോസ് വരാം. സർജറി പെർഫോം ചെയ്യുന്ന സമയത്ത് ഷാഡോസ് ഉണ്ടാകും, നിഴലുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൂമിനസ് ആയിട്ടുള്ള ലൈറ്റ്സ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പറഞ്ഞു വരുന്നത് കേട്ടോ. Which zone of the OT suite is reception and waiting area located in? ഏത് സോണിലാണ് റിസപ്ഷനും വെയിറ്റിംഗ് ഏരിയയും ഉൾപ്പെടുന്നത്? റിസപ്ഷനും വെയിറ്റിംഗ് ഏരിയയും ഉൾപ്പെടുന്ന ഏരിയ ഏതാണ്? യെസ്, വെരി ഗുഡ്. പ്രൊട്ടക്റ്റീവ് സോൺ. Okay. What is a clean zone for? What is a clean zone for? Clean zone എന്തിനാണ്? Patient recovery, patient consultation, pre-operative procedures and patient disposal. What is a clean zone? Patient recovery, patient consultation, pre-operative procedures and patient disposal. ഇത് കൺഫ്യൂഷൻ തോന്നുന്നില്ല ക്വസ്റ്റ്യൻ കണ്ടിട്ട്? ഏതായിരിക്കും ആൻസർ വരുന്നത്? സോൺസ് എടുത്തേ. ഓക്കെ, ക്ലീൻ സോൺ നോക്കാം കേട്ടോ. ക്ലീൻ സോണിൽ എന്തൊക്കെ വരുന്നുണ്ട്? ക്ലീൻ സോണിൽ എന്തൊക്കെ വരുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം ഉണ്ട്, റിക്കവറി റൂം ഉണ്ട്, പ്ലാസ്റ്റർ റൂം, സ്റ്റാഫ് റൂം, എസ്തെറ്റിക് സ്റ്റോർ റൂം ആൻഡ് എക്സ്റേ യൂണിറ്റ്. ക്ലീൻ സോൺ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലീൻ സോൺ പ്രീ ഓപ്പറേറ്റിംഗ് റൂം പ്രൊസീജിയേഴ്സ് വരുന്നത് എന്തിലാണ് പിള്ളേരെ? പ്രീ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വരുന്നത് ക്ലീൻ സോണിലാണ് കേട്ടോ. ഓക്കെ, യെസ്.
കണ്ടാ ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ടോ? അതിന്ന് തോന്നുന്ന കാരണം എന്താ? നമുക്കിത് മുഴുവൻ അറിയാത്തോണ്ടാണ് തോന്നുന്നത്. മുഴുവൻ നോക്കണം കേട്ടോ. ട്രോളി ബേസ് ഉൾപ്പെടുന്നത് ഏത് സോണിലാണ്? ട്രോളി ബേസ് ഉൾപ്പെടുന്നത് ഏത് സോണിലാണ്? ട്രോളി ബേസ് പ്രൊട്ടക്റ്റീവ് ആണോ ക്ലീനിലാണോ? പ്രൊട്ടക്റ്റീവ് സോണിലാണ്. അപ്പൊ ഓരോന്ന് പഠിക്കുമ്പോ ഓരോ സോണിൽ എന്തൊക്കെയാണെന്ന് ഓരോന്ന് പഠിച്ചതിന് ശേഷം ഒരുമിച്ച് നോക്കുക. എല്ലാ സോൺസും പഠിച്ചതിന് ശേഷം അത് ഒരുമിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളുടേതായ ഒരു മെത്തേഡിൽ അത് പഠിച്ചെടുക്കണം. ഓക്കെ, ഞാൻ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. സോൺസിൽ കിടന്നെങ്കിൽ നിങ്ങൾ ഇതും അറിയണ്ട. മതിയില്ല ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും. പിന്നുള്ള മോക്ക് ടെസ്റ്റ് TSSU തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് TSSU. ഓക്കെ, 3 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. 3 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഇനി ടീച്ചർ എടുത്തത് വെന്റിലേറ്റർ എടുത്തത് ഞാനാണോ? നിങ്ങൾക്ക് ന്യൂസ് ആണോ? ഞാനാണ് തോന്നല്ലേ? ഇല്ല, ഞാനാണ്. ഓക്കെ, വെന്റിലേറ്റർ എളുപ്പമല്ലേ പഠിക്കാൻ? വെന്റിലേറ്ററിന്റെ കണ്ടീഷൻസ് പഠിക്കാം കേട്ടോ. ഞാനാണ് കുറെ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. ഏതൊക്കെ ക്ലാസ്സിൽ എടുക്കുന്ന ഒരു ഓർമ്മയില്ല. ഓർമ്മ ചെറുതായിട്ട് കുറയുന്നുണ്ടോ? ഇതെന്നോളൂ. ഓക്കെ, യെസ്, ചാപ്റ്റർ 13 കൂടി നോക്കാം. ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, വെന്റിലേറ്റേഴ്സിന്റെ എന്താണ് വെന്റിലേറ്റർ എന്ന് പഠിക്കണം. എന്താണ് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ വെന്റിലേഷൻ ഇസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ആ ഒരു ഭാഗം എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത് എക്യുപ്മെന്റ് ആണ് അല്ലെ, ലങ്സ് വർക്കിന് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ICUയിൽ കയറി കഴിഞ്ഞപ്പോ ICUയിൽ കയറിയിട്ടുണ്ടായിരുന്നപ്പോ സെമി വെന്റിലേറ്ററിലായിരുന്നു അച്ഛൻ ആദ്യം. സെമി വെന്റിലേറ്റർ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സെമി വെന്റിലേറ്റർ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ട്യൂബാണ്, ചെറിയൊരു ബോക്സ് പോലെ. ഓക്കെ, അപ്പൊ അത് നേരിട്ട് ആദ്യമായിട്ട് കണ്ടതാണ്. കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുന്ന പോലെ തോന്നുള്ളൂ, പക്ഷെ ട്യൂബ് ഇങ്ങനെ കാണാൻ പറ്റും. ഗൂഗിൾ ചെയ്തൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കി പഠിക്കുക. ഓക്കെ, ഒരു വെന്റിലേറ്റർ നമ്മുടെ രോഗം സുഖപ്പെടുത്തുന്നുണ്ടോ പിള്ളേരെ? ഒരു രോഗം ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണോ? ഒരിക്കലും അല്ല. അതെന്താണ് ചെയ്യുന്നത്? ലങ്സ് വർക്കിന് അസിസ്റ്റ് ചെയ്യാൻ അല്ലെ, ബ്രീത്തിങ്ങിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് അത്. ഓക്കെ, വെന്റിലേറ്റേഴ്സിന് 2 പേരുകളുണ്ട്. എന്തൊക്കെയാണ്? ബ്രീത്തിങ് മെഷീൻ എന്നും മെക്കാനിക്കൽ വെന്റിലേഷൻ എന്നും. പിന്നെ ഈ കണ്ടീഷൻസിന്റെ പേരുകൾ മാത്രം പഠിച്ചോളൂ കേട്ടോ, പേര് മാത്രം. ഇവിടെ 2 എക്സ്പാൻഷനും നോക്കണം. ARDS എന്താണ്, COPD ന്റെ എക്സ്പാൻഷൻ മാത്രം നോക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ARDS നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ. ദെൻ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ് COPD. ഇത് 2ന്റെയും എക്സ്പാൻഷൻ നോക്കുക. ബാക്കി എല്ലാത്തിന്റെ പേരുകൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കേട്ടോ, പിന്നെ ഏതൊക്കെ സമയത്താണോ വെന്റിലേറ്റേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ? സർജറി സമയത്തും റിക്കവറി സർജറിക്ക് ശേഷം നമുക്ക് എന്താണ് വെന്റിലേഷൻ ആവശ്യമായിട്ട് ഡിപ്പെൻഡ് ഓൺ ദ പേഷ്യന്റ് കണ്ടീഷൻ. അതനുസരിച്ച് നമുക്ക് എന്താണ് വെന്റിലേറ്റേഴ്സ് ആവശ്യമായിട്ട് വന്നേക്കാം. വെന്റിലേറ്റർ won't cure an illness. Ventilator responsibility is to maintain the patient breathing while the body battles an infection or diseases or heal from trauma. ആ ഭാഗം ഒന്ന് നോക്കിക്കോണേ. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ, വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം കേട്ടോ ഈ ഒരു ഭാഗം. പിന്നെ ഏതൊക്കെ എയർവേസിലൂടെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നാസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ്, ലങ് ട്യൂബ്സ്. ഈ ത്രോട്ടിന്റെ കൂടെയുള്ള പേരുകൾ പഠിക്കണം, ഈ നെയിംസ് പഠിക്കണം. ത്രോട്ട് എന്താണ്? ഫാരനക്സ്, വോയിസ് ബോക്സ് ലാരനക്സ്, വിൻഡ് പൈപ്പ് ട്രക്കിയ, ലങ് ട്യൂബ്സ് ബ്രോങ്കി. ഇതും കൂടി നോക്കിക്കോണേ. ബാക്കി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഫ്രൈഡേ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് പിന്നെ എന്താണ് മുഹറം എന്താണെന്ന് അറിയാമോ? എനി ഐഡിയ? തേഴ്സ്ഡേ ആണോ ഫ്രൈഡേ ആണോ? തേഴ്സ്ഡേ ആണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് വെള്ളിയാഴ്ച ക്ലാസ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. എല്ലാവരും പറ്റുന്ന സമയത്ത് പഠിക്കാൻ നോക്കാം കേട്ടോ. നിങ്ങളുടേതായ സമയം കണ്ടെത്തി പഠിക്കണേ. താങ്ക് യു, ഹാവ്